السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പൂർവ്വസൂരികളുടെ ഹജ്ജ് അനുഭവങ്ങളാണ് ലബ്ബൈക്കിൽ നാം പങ്കുവെക്കുന്നത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനും സൂഫി വര്യനുമാണ്. അക്കാലത്തെ പണ്ഡിതന്മാർ സുൽത്താനുൽ ഉലമ എന്നാണ് മഹാനവർകളെ വിശേഷിപ്പിച്ചിരുന്നത്. മഹാനവർകൾക്കൊരു പതിവുണ്ട്. ഒരു വർഷം ഹജ്ജ് ചെയ്താൽ അടുത്ത വർഷം യുദ്ധം ചെയ്യും, അതിനടുത്ത വർഷം കച്ചവടം ചെയ്യും. കച്ചവടത്തിലൂടെ ലഭിച്ച ലാഭം മുഴുവനും സാധുക്കൾക്കും ആവശ്യമുള്ളവർക്കും വിതരണം ചെയ്യും. ഈത്തപ്പഴം ദാനം ചെയ്യാൻ അവർ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഈത്തപ്പഴം ഭക്ഷിച്ചാൽ ഞാൻ അവർക്ക് ഒരു ദിർഹം നൽകാം എന്നവർ പറയുകയും അത് നിറവേറ്റുകയും ചെയ്യാറുണ്ട്. ഹജ്ജിന് പോയ സമയത്ത് മഹാനവറുകൾക്കുണ്ടായൊരു അനുഭവം അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ ഹജ്ജ് പൂർത്തിയാക്കിയ ശേഷം ഹറമിൽ വെച്ച് എനിക്ക് ശക്തമായ ഉറക്കം വന്നു. ഹറമിൽ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരുന്നു. അതിലൊരു മലക്ക് രണ്ടാമത്തെ മലക്കിനോട് ചോദിക്കുകയാണ്, ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തു? 6 ലക്ഷം ആളുകൾ. അതിൽ എത്ര പേരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു? ഒരാളുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മറുപടി കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കാടും മേടും കടന്ന് ഹറമിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളുടെ പരിശ്രമം പാഴായി പോയിരിക്കുന്നു. രണ്ടാമത്തെ മലക്ക് തുടർന്ന് പറഞ്ഞു, പക്ഷേ ഡമസ്കസിലെ അലിയിബ്നു മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി മക്കയിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവർക്ക് അല്ലാഹു തആല പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. അവർ ഡമസ്കസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 6 ലക്ഷം ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കാൻ കാരണമായ ആ മഹാനവർകളെ കാണണം. അവർ ചെയ്ത ശ്രേഷ്ഠമായ കർമ്മം എന്താണെന്നറിയണം. അങ്ങനെ അവർ ഡമസ്കസിലെത്തി. അലിയിബ്നു മുവഫഖ് റഹിമഹുല്ലാഹുവിനെ കണ്ടെത്തി. അങ്ങനെ വിവരം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അങ്ങേയറ്റം കൊതിക്കുന്നു. ചെരുപ്പ് തുന്നി എനിക്ക് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളം ഞാൻ ശേഖരിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ അത് 350 ദിർഹമായി. ഈ വർഷം ഹജ്ജിന് പോകാൻ ഞാൻ കരുതിയെങ്കിലും കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 50 ദിർഹം അതിൽ കുറവായിരുന്നു. അങ്ങനെ ഒരു 50 ദിർഹം കൂടി സമ്പാദിച്ച് അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ഗർഭിണിയായ എൻ്റെ ഭാര്യ അടുത്ത വീട്ടിൽ നിന്ന് അടിച്ചു വീശിയ മാംസഗന്ധത്തിൽ ആഗ്രഹം പറഞ്ഞു. എന്നോട് അല്പം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഞാൻ അയൽവാസിയുടെ വീട്ടിൽ പോയി. വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു. ഒരു പിടി മാംസം ഞാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും എൻ്റെ യതീമായ മക്കളും പട്ടിണിയിലാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നേ ദിവസം തരിശുഭൂമിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് ലഭിച്ച ചത്ത കഴുതയുടെ ഭാഗമാണ് ഈ പാകം ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അലിയിബ്നു മുവഫഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു. ഞാൻ ഉടനെ വീട്ടിൽ പോയി ഹജ്ജിന് വേണ്ടി എടുത്തു വച്ച 350 ദിർഹം എടുത്തുകൊണ്ട് ഈ സ്ത്രീക്ക് നൽകി. ഞാനപ്പോൾ വിചാരിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പ്രവൃത്തി ഹജ്ജിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എൻ്റെ സ്വപ്നത്തിലെ 2 മലക്കുകളും സത്യം പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായ മനുഷ്യരോടുള്ള സഹവാസമാണ് നമുക്ക് വിജയം നൽകുക. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.